എപ്പം വിശക്കുന്നതാണല്ലേ. പക്ഷെ നമ്മളെപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട് ബൂക്ക് എന്ന് പറഞ്ഞ സംഭവം എന്താണ്? വിശപ്പ് ഞാൻ നമ്മൾ പറയുന്നത് ബൂക്ക് അല്ലേ, വിശപ്പ്. അപ്പോൾ ബൂക്ക് എന്ന് പറയുന്ന സംഭവം എന്താണ്? സ്ത്രീലിംഗമാണ് അല്ലേ. ഇത് പകുതി ആൾക്കാർക്കും അറിയില്ല. അപ്പോൾ സ്ത്രീലിംഗമാണ്. നമ്മൾ ഈ വിശപ്പിനെ പറയുന്നത് സ്ത്രീലിംഗത്തിനാണ്. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സംഭവം അത് സ്ത്രീലിംഗമാണെന്ന് അറിഞ്ഞാൽ നമ്മൾ എങ്ങനെ സെൻറ്റൻസുകൾ ഉണ്ടാക്കണം എന്ന് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ടീക്കെ. മുജെ ഭൂക്ക് ലഗ് രഹി ഹെ. ലഗ് രഹി ഹെ എന്തുകൊണ്ട് വന്നു? ഭൂക്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ത്രീലിംഗമാണ്. മുജെ ഭൂക്ക് ലഗ് രഹി ഹെ. അപ്പോൾ എന്താണ്? എനിക്ക് എന്ന് പറഞ്ഞാൽ മുജെ എന്ന് പറഞ്ഞാൽ എനിക്ക്. ടീക്കെ. ഭൂക്ക് വിശക്കുന്നു. ടീക്കെ. വിശക്കുന്നു. മുജെ ഭൂക്ക് ലഗ് രഹി ഹെ. എനിക്ക് വിശക്കുന്നു. ബഡി ഭൂക്ക് ലഗി ഉസേ. ബഡി, ഇവിടെ ബഡി വന്നു. ബഡാ ഭൂക്ക് എന്നല്ല, ബഡി ഭൂക്ക്. ഭൂക്ക് സ്ത്രീലിംഗമാണ്. അപ്പം എന്തായി? അവന് നല്ലോണം വിശച്ചു. ടീക്കെ. അപ്പം എന്തായി? നല്ലോണം വിശച്ചു. അപ്പം എന്താ? ബഡി ഭൂക്ക് ലഗി ഉസേ. ടീക്കെ. ബഡി ഭൂക്ക് ലഗി ഉസേ. അവന് നല്ലോണം വിശച്ചു. ഉസ്കി ഭൂക്ക് മർ ഗയി ഹെ. ടീക്കെ. ഉസ്കി ഇപ്പോൾ ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും അപ്പോൾ സംസാരിക്കുമ്പോൾ എന്താണ്? ഭൂക്ക് എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ടെങ്കിൽ, വിശപ്പിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ എപ്പോഴും എന്ത് വേണം? ഈ മാത്ര ചേർക്കണമെന്ന് മനസ്സിലാക്കുക. ടീക്കെ. അപ്പോൾ എന്താ? ഉസ്കി ഭൂക്ക് മർ ഗയി ഹെ. അവൻ്റെ വിശപ്പ് പോയി അല്ലേ. വിശപ്പ് പോയി. മർഗൈ എന്ന് പറയും. ടീക്കെ. ആ മർഗൈ വേറെയാണ്, അത് മരിച്ചു പോകുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഉസ്കി ഭൂക്ക് മർഗൈ ഹെ, മർഗയ എന്ന് പറയരുത്. ടീക്കെ. മുജെ ഭൂക്ക് ലഗ് രഹി തി. മുജെ ഭൂക്ക് ലഗ് രഹി തി. ഞാൻ ബസാറിലായിരുന്നു. ജब मैं ബസാർ में था. ടീക്കെ. ഞാൻ ബസാറിലുണ്ടാകുമ്പോൾ മുജെ ഭൂക്ക് ലഗ് രഹി തി. ടീക്കെ. എനിക്ക് ആ സമയത്ത് വിശക്കുന്നുണ്ടായിരുന്നു. ഇത് സ്ത്രീ ആയാലും പറയും, പുരുഷനായാലും ഇതുപോലെ തന്നെയാണ് പറയുക. ടീക്കെ. ഇതാണ് മുജെ ഭൂക്ക് ലഗ് രഹി തി. മുജെ എന്ന് പറഞ്ഞാൽ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പം എന്തായി? മുജെ ഭൂക്ക് ലഗ് രഹി തി അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഭൂക്ക് ലഗ് രഹി ഹെ, ഭൂക്ക് എന്ന് പറയുന്ന സംഭവം നമ്മൾ ദിവസം ഉപയോഗിക്കുന്നുണ്ട് അല്ലേ, ദിവസം നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മൾക്കറിയില്ല അത് ഭൂക്ക് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ, അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അല്ലേ. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചു. നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടി നമ്മൾ ഇമ്പ്രൂവ് ആയി അല്ലേ. ഒരു വേർഡ് കൊണ്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടി ഇമ്പ്രൂവ് ആയി. അത് വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു 5-6 സെൻറ്റൻസ് പഠിച്ചു. ഈ 5-6 സെൻറ്റൻസാണ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ ആ 5-6 സെൻറ്റൻസ് കൊണ്ട് നിങ്ങൾക്ക് കുറേ ഇമ്പ്രൂവ്മെൻറ്റ് ലഭിച്ചു. ഓക്കെ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ.